ഇറാന്റെ പ്രതിരോധത്തിന്റെ പ്രധാന രഹസ്യം അവരുടെ മിസൈൽ സിറ്റികളാണ്. ഉപരിതലത്തിൽ ബോംബിട്ടാൽ തകർക്കാൻ കഴിയാത്ത വിധം മലനിരകൾക്ക് താഴെയും ഭൂമിക്കടിയിലും നിർമ്മിച്ചിട്ടുള്ള വമ്പൻ സംഭരണശാലകളാണിവ. അമേരിക്കൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്തത്ര ആഴത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ഇറാൻ ഇപ്പോൾ പ്രയോഗിക്കുന്നത് വികേന്ദ്രീകൃതമായ ഒരു യുദ്ധരീതിയാണ്. ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കാതെ മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് മിസൈലുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് കൃത്യമായ ലക്ഷ്യം കണ്ടെത്തുന്നതിൽ നിന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെയും ആധുനിക സാറ്റലൈറ്റുകളെയും വല്ലാതെ വലയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ഇറാൻ അവരുടെ മിസൈലുകൾ റേഷൻ ചെയ്യുന്നു എന്നതാണ്. അതായത് കൈവശമുള്ള മിസൈലുകൾ എല്ലാം കൂടി ഒന്നിച്ച് പ്രയോഗിച്ച് തീർക്കാതെ അവ വളരെ കൃത്യമായ ഇടവേളകളിൽ മാത്രം വിക്ഷേപിക്കുന്നു. ഇത് അമേരിക്കൻ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. കഴിഞ്ഞ മാർച്ച് 15 നടന്ന ആക്രമണത്തിൽ ഇറാൻ ആദ്യമായി തങ്ങളുടെ അതിനൂതനമായ സെജിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ പക്കൽ ഇനി ഒന്നും ബാക്കിയില്ല എന്ന് സഖ്യകക്ഷികൾ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇത്തരം വമ്പൻ ആക്രമണങ്ങൾ നടത്തി തങ്ങൾ ഇപ്പോഴും ശക്തരാണെന്ന് അവർ തെളിയിക്കുന്നത്. ഇത് വൈറ്റ് ഹൌസ് ലോകത്തിന് നൽകുന്ന ഉറപ്പുകളെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നു.